നമസ്കാരം. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാട. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ ഈ ഒരു ഡയലോഗ് വി.ഡി. സതീശൻ എന്ന നേതാവിൻ്റെ ജീവിതത്തിലും പ്രതിഫലിച്ചു നിൽക്കുന്നതാണ്. രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ആരംഭിച്ച രാഷ്ട്രീയ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് കേരളത്തിൻ്റെ 13ാം മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തേക്കാണ്. കൊച്ചിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ രാഷ്ട്രീയത്തിൻ്റെ തണലുകളൊന്നും ഇല്ലാതെയാണ് വി.ഡി. തൻ്റെ യാത്ര തുടങ്ങുന്നത്. കെ.എസ്.യുവിലൂടെ തൻ്റെ ആശയങ്ങൾക്കും ശബ്ദത്തിനും മൂർച്ച കൂട്ടിയ ആ നേതാവ് പടിപടിയായി ഓരോ കോട്ടകളും കീഴടക്കി മുന്നേറി. ഇന്ന് പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് സമവാക്യങ്ങളും സതീശന് മുന്നിൽ വഴിമാറിയത് ജനങ്ങൾ തെരുവിലിറങ്ങിയ ആവേശത്തിന് മുന്നിലാണ്. എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടശ്ശേരി ദാമോദര മേനോന്റെയും വിലാസിനി അമ്മയുടെയും മകനായി 1964 മെയ് 31 സതീശന്റെ ജനനം. പിതാവ് കെ ദാമോദര മേനോൻ കൊച്ചിൻ റിഫൈനറിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. മാതാവ് വി വിലാസിനി അമ്മ വീട്ടമ്മയാണ്. വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ രാഷ്ട്രീയത്തിൽ ഇടപെട്ട സതീശൻ പനങ്ങാട് ഹൈസ്കൂളിൽ സ്കൂൾ ലീഡറും പിന്നീട് തേവര SH കോളേജിൽ യൂണിയൻ ഭാരവാഹിയുമായി പൊതുരംഗത്ത് സജീവമായി. MG സർവകലാശാല യൂണിയൻ ചെയർമാനായും NSU ദേശീയ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. സതീശന്റെ റോൾ മോഡൽ കോൺഗ്രസ് നേതാവായ G കാർത്തികേയൻ ആയിരുന്നു. കാർത്തികേയന്റെ പ്രസംഗ ശൈലിയും രാഷ്ട്രീയ നിലപാടുകളുമാണ് തന്നെ സ്വാധീനിച്ചിട്ടുള്ളതെന്ന് സതീശൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. തേവര സെന്റ് ആൽബർട്ട്സ് കോളേജിൽ പഠിക്കുമ്പോൾ ആർട്സ് ക്ലബ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു. തുടർന്ന് രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസ്, തിരുവനന്തപുരം ലോ അക്കാദമി എന്നിവിടങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി. നിയമത്തിൽ ബിരുദാനന്തര ബിരുദം നേടി. 1986-87 കാലഘട്ടത്തിൽ MG സർവകലാശാല യൂണിയൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. SFIയുടെ ശക്തമായ സ്വാധീനത്തെ മറികടന്നുള്ള ആ വിജയം സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നാഴികക്കല്ലായിരുന്നു. കോളേജ് കാലത്ത് പ്രസംഗ മത്സരങ്ങളിലെ സ്ഥിരം ജേതാവായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വിവിധ കോളേജുകളിൽ നടന്ന പ്രസംഗ മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധി സ്വർണ്ണ മെഡലുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഈ മികവാണ് അദ്ദേഹത്തെ KSUവിൻ്റെ മുൻനിരയിലേക്ക് എത്തിച്ചത്. വിദ്യാർത്ഥി നേതാവ് എന്ന നിലയിലുള്ള മികവാണ് അദ്ദേഹത്തെ NSUI ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിച്ചതും. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം, നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റികളുടെ ചെയർമാൻ സ്ഥാനം എന്നിവ വഹിച്ചിട്ടുണ്ട്. തമിഴ്നാടിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ആയിരുന്നു. 5 വർഷം KPCC ഉപാധ്യക്ഷ പദവി വഹിച്ചു. മികച്ച MLAയ്ക്കുള്ള 25ലേറെ അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. തോൽവി വിജയത്തിന്റെ ചവിട്ടുപടി എന്ന് പറയുന്നത് പോലെ തോൽവികൾ തന്നെയാണ് വി.ഡി. സതീശൻ എന്ന നേതാവിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. 1996 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുകൊണ്ടായിരുന്നു വി.ഡി. സതീശന്റെ രാഷ്ട്രീയ തുടക്കം. പിന്നീട് 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന KM ദിനകരനെ 7792 വോട്ടിന് തോൽപ്പിച്ച് ആദ്യമായി നിയമസഭയിലെത്തി. മികച്ച ഭൂരിപക്ഷത്തിൽ 2001 മണ്ഡലം പിടിച്ച സതീശൻ തുടർന്ന് 2006, 2011, 2016, 2021, 2026 തെരഞ്ഞെടുപ്പുകളിൽ മികച്ച ഭൂരിപക്ഷം സ്വന്തമാക്കിയാണ് സഭയിലേക്ക് എത്തുന്നത്. 12ാം നിയമസഭയിൽ കോൺഗ്രസ് വിപ്പായിരുന്നു അദ്ദേഹം. 2011 CPIയുടെ പന്നീൻ രവീന്ദ്രനെ 11,349 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സതീശൻ പരാജയപ്പെടുത്തുന്നത്. 2016 CPIയുടെ ശാരദാ മോഹനെ 20,634 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലും പരാജയപ്പെടുത്തി. 2021 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ MT നിഗസനെ പരാജയപ്പെടുത്തി. 2026 പറവൂരിൽ നിന്ന് തന്നെ CPIയുടെ ടൈസനെയും അദ്ദേഹം പരാജയപ്പെടുത്തി. KSUവിലും യൂത്ത് കോൺഗ്രസിലുമെല്ലാം ഏറെ തിളങ്ങിയെങ്കിലും അർഹതപ്പെട്ട പദവികൾ പലപ്പോഴും സതീശന് ലഭിക്കാതെ പോയിട്ടുണ്ട്. 2011 മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതും സംഭവിച്ചില്ല. അങ്ങനെ സ്ഥാനമാനങ്ങൾ പലപ്പോഴും കപ്പിനും ചുണ്ടിനുമിടയിൽ പലപ്പോഴായി വഴുതിപ്പോയ അനുഭവമാണ് സതീശനുള്ളത്. ഇപ്പോൾ കേരളത്തിൻ്റെ 13ാം മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഒലി പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച നേരനുഭവങ്ങൾ വി.ഡി. സതീശന്റെ ജീവിതവും രാഷ്ട്രീയവും എന്ന പുസ്തകത്തിലെ സതീശന്റെ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വെച്ച് KC വേണുഗോപാലുമായി മുഖാമുഖം വന്ന സന്ദർഭം സതീശൻ ഇതിൽ ഓർത്തെടുക്കുന്നു. KSU നേതാവായിരിക്കെ നേരിട്ട അന്നത്തെ ആ സംഭവം തന്നെ വല്ലാതെ വിഷമിപ്പിച്ചുവെന്നും പുസ്തകത്തിൽ സതീശൻ പറയുന്നു. മാറിപ്പോകുന്ന KSU പ്രസിഡന്റ് സ്ഥാനം എന്ന തലക്കെട്ടിൽ സതീശൻ എഴുതിയ ആ ഒരു കുറിപ്പ് ഇങ്ങനെയാണ്: ഞാൻ മഹാത്മാഗാന്ധി സർവകലാശാല യൂണിയൻ ചെയർമാൻ ആയതിനു ശേഷം KSUവിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നത് ഓർക്കുന്നു. വർഷം 1989 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആദ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഞാനായിരുന്നു KSU പ്രസിഡന്റ് സ്ഥാനാർത്ഥി. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ ആ വർഷം തെരഞ്ഞെടുപ്പ് നടന്നില്ല. എൻ്റെ ദൗർഭാഗ്യമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ KC വേണുഗോപാൽ വിദ്യാർത്ഥിയായി തിരുവനന്തപുരത്തേക്ക് വന്നു. അദ്ദേഹം എന്നേക്കാൾ സീനിയർ ആയിരുന്നു. മാത്രമല്ല മുൻപ് KSU വൈസ് പ്രസിഡന്റുമായിരുന്നു, ശരത്ചന്ദ്ര പ്രസാദിൻ്റെയൊക്കെ കമ്മിറ്റിയിൽ. പിന്നീടുള്ള സമയം KSU തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാനില്ല. KC വേണുഗോപാൽ KSUവിൻ്റെ പ്രസിഡന്റായി. മുതിർന്ന നേതാക്കളൊക്കെ എന്നോട് പറഞ്ഞത് കമ്മിറ്റിയിൽ ഭാരവാഹിയായിരിക്കെ അടുത്ത അവസരത്തിൽ ആകാമെന്നാണ്. സമാശ്വസിപ്പിക്കാനുള്ള ഒരു വാചകമായി മാത്രമേ അന്ന് ആ സംസാരത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അന്നത്തെ ആദ്യത്തെ ഓർഗനൈസിംഗ് കമ്മിറ്റിയിൽ ഞാനുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ 6 മാസം ഭാരവാഹി ലിസ്റ്റിൽ ഞാനുണ്ടായിരുന്നു. ഞാനും ഭാരവാഹിയാകും എന്ന് തന്നെയായിരുന്നു മൊത്തത്തിലുണ്ടായ പ്രചാരണം. എന്നാൽ അവസാനത്തെ പ്രഖ്യാപനം വന്നപ്പോൾ ഞാൻ ഞെട്ടി. എൻ്റെ പേര് വെട്ടിമാറ്റിയിരിക്കുന്നു. സംഘടനയ്ക്ക് അകത്തുണ്ടായ ചർച്ചകളായിരിക്കാം കാരണം. എന്തായാലും അതേപ്പറ്റി പരിതപിക്കുകയല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല. പിന്നെ എന്നെ എക്സിക്യൂട്ടീവ് മെമ്പറാക്കി. അതെനിക്ക് വല്ലാതെ വിഷമം സമ്മാനിച്ച ഒന്നായിരുന്നു. ആ ഓർമ്മ ഒരിക്കലും ഞാൻ മറക്കുകയുമില്ല. ഇങ്ങനെ പോകുന്നു ആ കുറിപ്പ്.
ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പുസ്തകത്തിലെ ഈ വാക്കുകൾ ചർച്ചയാകുകയാണ്. സതീശൻ അനുകൂലികളും ഇത് ഏറ്റുപിടിക്കുന്നു. ദീർഘകാലമായി MLA ആണെങ്കിലും ഇതുവരെ മന്ത്രിസഭയിൽ എത്തിയിട്ടില്ല എന്ന പ്രത്യേകതയും സതീശനുണ്ട്. VD സതീശന്റെ ശൈലിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ കർക്കശമായ നിലപാടുകളും പിടിവാശികളും പലപ്പോഴും പരാമർശിക്കപ്പെടാറുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് PV അൻവർ വിഷയത്തിലടക്കം അൻവറിനെ UDFന്റെ പടിക്ക് പുറത്തു നിർത്തിയത് VD സതീശന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടായിരുന്നു. ലൈംഗികാരോപണ വിവാദത്തിൽ രാഹുൽ മാങ്കുടത്തിൽ MLA പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കാരണവും സതീശന്റെ ശക്തമായ നിലപാടായിരുന്നു. ഇതിനെ തുടർന്ന് നിരവധി സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്നെങ്കിലും സതീശൻ കുലുങ്ങിയില്ല. സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം UDF നേരിട്ട തെരഞ്ഞെടുപ്പുകളിൽ ചേലക്കരയിൽ മാത്രമായിരുന്നു തോൽവി നേരിട്ടത്. 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു. പാർലമെന്റിൽ വലിയ ഭൂരിപക്ഷത്തിൽ UDFന് വിജയം നേടാനും സാധിച്ചു. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും വിജയം കണ്ടു. സതീശന്റെ നിലപാടിനും നേതൃത്വത്തിനും ജനം നൽകിയ അംഗീകാരമായി UDFന്റെ തദ്ദേശ വിജയത്തെ ആളുകൾ വിലയിരുത്തുന്നു. തോറ്റാൽ അത് തന്റെ പോരായ്മയായും ജയിച്ചാൽ അത് ടീം UDFന്റെ വിജയവും. അതാണ് സതീശന്റെ നിലപാട്. ഇന്ന് തന്നെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിനു ശേഷമുള്ള തന്റെ പ്രതികരണത്തിലും സതീശൻ ആവർത്തിച്ചത് ഇതേ നിലപാടായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയിട്ടും ടീം എന്ന വാക്ക് സതീശൻ ആവർത്തിച്ചു. എന്നെ ഞാനാക്കിയത് ടീം UDF ആണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. സതീശനെതിരെ പലപ്പോഴും CPM ഉയർത്തിക്കൊണ്ട് വരാറുള്ളതാണ് RSSുമായി ബന്ധമുണ്ടെന്നുള്ള ആരോപണം. ഒരു പരിപാടിയിൽ VD സതീശൻ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് പലപ്പോഴായി ഈ ആരോപണങ്ങൾ ഉയർത്താറുള്ളത്. ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്ന ചിത്രമാണ് ആരോപണത്തിന് ആധാരം. 2013 മാർച്ച് 24 തൃശൂർ എലൈറ്റ് ഇന്റർനാഷണലിൽ വെച്ച് നടന്ന പരിപാടിയുടെ പേരിലായിരുന്നു ഈ വിവാദമുണ്ടായത്. തൃശൂർ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രമായിരുന്നു വിവാദത്തിന് കാരണം. എന്നാൽ സ്വാമി വിവേകാനന്ദന്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിലാണ് താൻ പങ്കെടുത്തതെന്നും താൻ എന്നും സംഘപരിവാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ആളാണെന്നും അദ്ദേഹം മറുപടി നൽകി. മാതൃഭൂമി മുൻ MD MV വീരേന്ദ്രകുമാറിന്റെ ക്ഷണപ്രകാരമാണ് താൻ പങ്കെടുത്തതെന്നും അദ്ദേഹം വിശദീകരിച്ചു. കൂടാതെ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പുസ്തക പ്രകാശന വേദിയിൽ താൻ മാത്രമല്ല മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും പങ്കെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം മറുപടി നൽകി. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് VD സതീശൻ വ്യക്തമാക്കിയ നിലപാടുകളും മുൻപ് ചർച്ചയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായി ഡീൽ ഉണ്ടാക്കിയെന്ന ആരോപണം CPMും BJPയും അടക്കമുള്ള പാർട്ടികൾ ചർച്ചയാക്കിയിരുന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി മതമൗലികവാദം നയമല്ലെന്ന് പ്രഖ്യാപിച്ച സംഘടനയാണെന്നായിരുന്നു സതീശന്റെ നിലപാട്. ജമാഅത്തെ ഇസ്ലാമി അമീർ തന്നെ മതരാഷ്ട്രവാദത്തെ തള്ളിപ്പറഞ്ഞതാണെന്നും പിന്നെ പിന്തുണ സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും അദ്ദേഹം ചോദിച്ചു. ജമാഅത്തെ ഇസ്ലാമി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് അവരുടെ മുൻകാല നിലപാടുകളെല്ലാം പ്രശ്നമാകുന്നതെന്നും സതീശൻ CPMന് മറുപടി നൽകിയിരുന്നു. CPMനെ പിന്തുണച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അവർക്ക് മതേതരവാദിയും UDFനെ പിന്തുണച്ചപ്പോൾ വർഗീയവാദിയുമായി. കേരളത്തിലെ ജനങ്ങളെല്ലാം മറന്നുപോയെന്ന് കരുതിയാണ് CPM ജമാഅത്തെ ഇസ്ലാമി പരാമർശം നടത്തുന്നതെന്നും അദ്ദേഹം തിരിച്ചടിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് സതീശന്റെ എതിരാളികൾ ഏറെ ചർച്ചയാക്കാൻ നോക്കിയ മറ്റൊന്നായിരുന്നു പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം. 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വയ്ക്കാനെന്ന പേരിൽ സ്വന്തമായി പദ്ധതി പ്രഖ്യാപിച്ച് വലിയ തോതിൽ വിദേശത്ത് നിന്നടക്കം തുക സ്വരൂപിച്ചെന്നും ഇത് സ്വന്തം അക്കൗണ്ടിലേക്ക് സതീശൻ മാറ്റിയെന്നുമായിരുന്നു ആരോപണം. 2018 പ്രളയത്തിന് ശേഷം പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പുനർജനി പദ്ധതിക്കായി വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചതിൽ FCR നിയമങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നതായിരുന്നു പ്രധാന ആരോപണം. ചാലക്കുടി സ്വദേശിയുടെ പരാതിയെ തുടർന്ന് VD സതീശനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വർഷം ഇതിന് അനുമതി നൽകിയതോടെയാണ് ഈ വിഷയം ജനുവരിയിൽ സജീവമായത്. എന്നാൽ പുനർജനി പദ്ധതിയിൽ സതീശൻ പണം വാങ്ങിയിട്ടില്ലെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. കേരളത്തിന്റെ ആദ്യത്തെ ജൻസി മുഖ്യമന്ത്രി എന്ന് വേണമെങ്കിലും സതീശനെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. ജൻസി തലമുറയുടെ വോട്ട് ഏറെ നിർണായകമായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ. ജൻസി സ്വാധീനിക്കുന്ന തരത്തിൽ സതീശൻ നടത്തിയ പല പ്രഖ്യാപനങ്ങളും പുതുതലമുറയെ ഏറെ സ്വാധീനിച്ചെന്ന് വേണം വിലയിരുത്താൻ. വാഹനങ്ങൾ മോഡിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമായിരുന്നു അതിലൊന്ന്. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒറ്റ റീലുകൊണ്ട് മുഴുവൻ യുവതലമുറയും കയ്യിലെടുക്കാൻ സതീശന് സാധിച്ചു. പ്രകടന പത്രികയിൽ തങ്ങളത് പറഞ്ഞിട്ടുണ്ട്. അപകടകരമല്ലാത്ത രീതിയിൽ വണ്ടിയിൽ നടത്തുന്ന മോഡിഫിക്കേഷനുകൾ തെറ്റല്ല. അപകടകരമായ രീതിയിൽ വെക്കുമ്പോൾ മാത്രമാണ് അത് തെറ്റ്. അത് സമ്മതിക്കില്ല. അല്ലാതെയുള്ള മോഡിഫിക്കേഷൻ നടത്തട്ടെ. ചെറുപ്പക്കാർക്കൊക്കെ അത് വലിയ ആഗ്രഹമല്ലേ, അവരത് ഭംഗിയായി കൊണ്ടു നടക്കുന്നതല്ലേ, അത് കൊണ്ടു നടക്കട്ടെ, അതിലെന്താണ് തെറ്റ് എന്നായിരുന്നു സതീശന്റെ വാക്കുകൾ. വാഹനം മോഡിഫിക്കേഷൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും നിയമം കാരണം അത് ചെയ്യാൻ പറ്റാതെ പോയി വിഷമിച്ചിരുന്ന മുഴുവൻ പേരെയും ഈ വാക്കുകൾ വല്ലാതെ ആവേശത്തിലാക്കി. പുനർജനി ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം CBIക്ക് വിടാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ VD സതീശൻ നടത്തിയ പ്രതികരണമായിരുന്നു പേടിച്ചു പോയേ എന്ന് പറഞ്ഞേക്കാനുള്ള ഈ വാക്കുകൾ. ഈ ഡയലോഗ് പെട്ടെന്ന് തന്നെ ക്ലിക്കായി. അണികളും പോഷക സംഘടനകളും ഒരുപോലെ ഈ പ്രതികരണം ഏറ്റെടുത്തു. പരിഹാസം നിറഞ്ഞ പ്രതികരണം അന്ന് വലിയ വാർത്തയാവുകയും ചെയ്തു. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഫ്ലെക്സ് പോരിനിടയിലും ഈ വാചകങ്ങൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരുന്നു.
തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ഒരുപോലെ അവകാശവാദം ഉന്നയിച്ചതോടെ പാർട്ടിക്കുള്ളിലെ മത്സരം തെരുവിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. നേതാക്കളെ പിന്തുണച്ച് ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും കേരളത്തിലുടനീളം സ്ഥാപിക്കപ്പെട്ടു. പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും അണികളുടെ ഭാഗത്തു നിന്നുണ്ടായതോടെ തീരുമാനമെടുക്കുക എന്നത് ഹൈക്കമാൻഡിന് വലിയ വെല്ലുവിളിയായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ സതീശനായി ഉയർന്ന വലിയ പിന്തുണയും ഈ തീരുമാനത്തെ സ്വാധീനിച്ച പ്രധാന ഘടകമാണ്. 11 ദിവസത്തെ അനിശ്ചിതങ്ങൾക്കും ഡൽഹിയിലെ രാഷ്ട്രീയ വടംവലികൾക്കും വിരാമം ഇട്ടുകൊണ്ടാണ് സതീശനെ ഹൈക്കമാൻഡ് ഇന്ന് മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നത്. കെ.സി. വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും മേൽ സതീശന് മുൻഗണന ലഭിച്ചതിൽ ഘടകകക്ഷികളുടെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ നിലപാട് നിർണായകമായി. ദീർഘകാലമായി കോൺഗ്രസിന് ലഭിക്കാത്ത വലിയ ഭൂരിപക്ഷം 2026 നേടിക്കൊടുത്തതിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള സതീശന്റെ പോരാട്ട വീര്യം ലീഗ് നേരത്തെ തന്നെ ശരിവെച്ചിരുന്നു. എം.എൽ.എമാരുടെ അംഗബലത്തിൽ മുന്നിലായിട്ടും ജനവികാരവും ഉജ്ജ്വല വിജയം സമ്മാനിച്ച നായകൻ എന്ന പരിവേഷവും കെ.സി. വേണുഗോപാലിനെ തള്ളി സതീശൻ എന്ന പേരിലേക്ക് ഹൈക്കമാൻഡിനെ എത്തിച്ചു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ സതീശനായി ശക്തമായി നിലകൊണ്ടത് ഹൈക്കമാൻഡിന് അവഗണിക്കാനും സാധിച്ചില്ല. പ്രത്യേകിച്ച് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ലീഗിന്റെ പിന്തുണ കോൺഗ്രസിന് എത്രത്തോളം അനിവാര്യമാണെന്ന യാഥാർത്ഥ്യം പ്രിയങ്ക ഗാന്ധി ഗൗരവമായി ചിന്തിപ്പിച്ചു. ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാൻ വിശ്വസ്ത പങ്കാളികളെ പിണക്കരുതെന്ന പ്രിയങ്കയുടെ നിലപാടും സതീശന് തുണയായി. സതീശന്റെ മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള വഴിയിൽ ഏറ്റവും നിർണായകമായത് വി.എം. സുധീരന്റെ ഉറച്ച നിലപാടായിരുന്നു. ഗ്രൂപ്പ് വൈരാഗ്യങ്ങൾക്കും ഡൽഹിയിലെ സ്വാധീന ശക്തികൾക്കും വഴങ്ങാതെ സംസ്ഥാനത്തെ ജനവികാരവും അർഹതയും മാനിക്കണമെന്ന് സുധീരൻ ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തി. ഇതിനൊപ്പം കെ. മുരളീധരൻ നടത്തിയ ഗ്രൗണ്ട് റിയാലിറ്റി വിശകലനവും സതീശന് കരുത്തായി. താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം അവഗണിക്കുന്നത് തിരിച്ചടിയാകുമെന്ന മുൻ കെ.പി.സി.സി. പ്രസിഡന്റുമാരുടെ മുന്നറിയിപ്പ് ഹൈക്കമാൻഡിനെ പുനർചിന്തയ്ക്ക് പ്രേരിപ്പിച്ചു. കെ.സി. വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കുമൊപ്പം സതീശന്റെ പേരും ഉയർന്നപ്പോൾ തെരുവിൽ പ്രകടനങ്ങളും പോസ്റ്റർ യുദ്ധങ്ങളും അരങ്ങേറിയിരുന്നു. എം.എൽ.എമാരിൽ ഭൂരിഭാഗവും കെ.സിക്ക് അനുകൂലമായിരുന്നെങ്കിലും ഘടകകക്ഷികളുടെ പിന്തുണ സതീശന്റെ വിജയത്തിൽ ചാലകശക്തിയായി. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ആർ.എസ്.പിയും സതീശൻ എന്ന പേരിൽ ഉറച്ചുനിന്നു. ഒടുവിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടലും വയനാടൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടിയായപ്പോൾ സതീശൻ എന്ന ചാണക്യതന്ത്രജ്ഞൻ മുഖ്യമന്ത്രി പദം ഉറപ്പിക്കുകയായിരുന്നു. അധികാരത്തിന്റെ ചെങ്കോലേന്തുമ്പോൾ സതീശന് മുന്നിലുള്ള ദൗത്യം ഒട്ടും ലളിതമല്ല. ഗ്രൂപ്പ് വൈരാഗ്യം മറന്ന് പാർട്ടിയും മുന്നണിയും ഒരേ ചരടിൽ കോർക്കണം. അഴിമതിരഹിതമായ ഒരു സിസ്റ്റം കെട്ടിപ്പടുക്കുക എന്ന വി.എസ്. ശൈലി സതീശൻ എങ്ങനെ നടപ്പിലാക്കുമെന്നതും കൗതുകകരമാണ്. ഡാറ്റ രാഷ്ട്രീയത്തിൽ നിന്ന് ജനകീയ ഭരണത്തിലേക്കുള്ള ദൂരം അദ്ദേഹം എങ്ങനെ താണ്ടുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധാകേന്ദ്രം.